കർത്താവിന്റെ നല്ല വചനം എന്നോട് ഇടപെടണമേ എന്ന് പറഞ്ഞ് വലിയ പ്രാർത്ഥനയോടെ ഇരിക്കണം. അല്ലേ, ചിലപ്പോൾ ഒരു വചനത്തിനകത്ത് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമായിരിക്കും കയറി ഇടപെടുന്നത്, പക്ഷെ തീർച്ചയായിട്ടും അത് വിടുതലാവും, ചിന്തിക്കാൻ കാരണമാകും. നമ്മൾ എത്രത്തോളം എന്നിട്ട് ആ വചനം ചിന്തിക്കുന്നോ അത് അത്രത്തോളം നമ്മുടെ രക്തത്തിന്റെയും എല്ലിന്റെയും ശരീരത്തിന്റെയും ജീവിതത്തിന്റെയും ഒക്കെ ഭാഗമായി തീരും, വലിയ വിടുതലിന് കാരണമായി തീരും. ഹല്ലേലൂയ, കർത്താവിന്റെ മഹത്വം. നമ്മളിന്ന് ശ്രദ്ധയ്ക്കെടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങള്. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് നമ്പേഴ്സ് 23 until 25. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ 23 തൊട്ട് 25 വരെയും വായിക്കുമ്പോൾ 23-ാം വാക്യം, Jesus traveled throughout the region of Galilee, teaching in the synagogues and announcing the good news about the kingdom. And he healed every kind of disease and illness. 23-ാം വാക്യം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ സകല രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കുകയും ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് ആ ദേശം മൊത്തം, ഗലീലിയ ദേശം മൊത്തം നടന്ന് അവിടെ അവരുടെ സിനഗോഗുകളിൽ, അപ്പം സിനഗോഗ് ഒരു കുറെ ഫാമിലീസ് എല്ലാം കൂടി ഒരു 10 ഫാമിലീസ് അല്ലെങ്കിൽ ഒരു 12 ഫാമിലീസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സിനഗോഗ് കാണും. അപ്പം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സബത്ത് വരുമ്പം പിന്നെ അവർക്ക് അധികം നടക്കാൻ പാടില്ല. സോ അതുകൊണ്ട് എല്ലാ വലിയ ദേശത്ത് തന്നെ ഒരുപാട് സിനഗോഗുകളുണ്ട്. അപ്പൊ യേശു കർത്താവ് ഓരോ സിനഗോഗുകളിലും കയറി ഇറങ്ങി, അല്ലെങ്കിൽ ദേവാലയത്തിൽ കയറി ഇറങ്ങി ദൈവരാജ്യം വരുന്നതിനെ കുറിച്ച്, ദൈവരാജ്യത്തിനെ കുറിച്ച് പ്രഖ്യാപിക്കുകയും എല്ലാ വചനം എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നു, എല്ലാ തരത്തില് ഉള്ള രോഗവും യേശു കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഞാൻ ഒരു രോഗവുമില്ല, ഒരു കാര്യവുമില്ല. അതിന്റെ താഴോട്ടൊക്കെ വായിക്കുമ്പോ എന്നിട്ട് യേശുവിന്റെ മുമ്പില് 24-ാം വാക്യം പറയുന്നു, യേശുവിന്റെ മുമ്പില് പലതരം രോഗങ്ങള്, പല വിധത്തിലുള്ള സകലതിനെയും യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശുവിന് കീഴടങ്ങാത്ത ഒരു രോഗശക്തിയുമില്ല. യേശു കർത്താവിന് കീഴടങ്ങാത്ത ഒരു ഭൂതത്തിന്റെ ഒരു ബാധയുമില്ല. യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത, സൗഖ്യമാകാത്ത ഒരു വിഷയവുമില്ല. There is nothing too big for Jesus. ഹല്ലേലൂയ. യേശുവിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഹല്ലേലൂയ. തീരാവ്യാധിയായ രോഗമില്ല. എത്ര വർഷം പഴകിയ രോഗമാണെങ്കിലും എൻ്റെ യേശുവിൻ്റെ മുമ്പിലേക്ക് അത് കൊണ്ടുപോവാമെങ്കിൽ അതിൻ്റെ മേൽ വിടുതലുണ്ട്, അതിൻ്റെ മേൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. എത്ര കഠിനമായ വിഷയമാണെങ്കിലും, രോഗം മാത്രമല്ല, ഹല്ലേലൂയ, എത്ര കഠിനമായ പ്രശ്നമാണെങ്കിലും, ഹല്ലേലൂയ, നാളുകളായിട്ട് മാറാത്ത ചില പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങൾക്കകത്ത് ആരെങ്കിലും ഉണ്ടോ നാളുകളായിട്ട് മാറായുടെ സ്വഭാവം, പുകവലിയുടെ സ്വഭാവം, നാളുകളായി മാറാത്ത വഴക്കിടുന്ന സ്വഭാവം, എത്ര ബാധയാണെങ്കിലും ഹല്ലേലൂയ യേശുവിൻ്റെ മുമ്പിൽ അത് കൊണ്ടുവന്നാൽ അത് മാറാതെ ഇരിക്കത്തില്ല. യേശു എല്ലാത്തിനെയും സൗഖ്യമാക്കും. ഹല്ലേലൂയ. യേശു എല്ലാത്തിനെയും അകത്ത് മാറാത്ത വഴക്കിടിയിലാണോ? ഹല്ലേലൂയ. ഭാര്യ ഭർത്താവ് തമ്മില്, കുഞ്ഞുങ്ങള് തമ്മില്, അപ്പനമ്മയും മക്കളും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? മാറാവ്യാധിയായി കിടക്കുന്നുണ്ടോ? ഹല്ലേലൂയ. യേശുവിന്റെ മുമ്പിൽ വരുമ്പോ അത് പിന്നെ മാറാവ്യാധി ആകത്തില്ല. തിരുവചനം പറയുന്നു യേശു അതിനെ എല്ലാം സൗഖ്യമാക്കി. ഹല്ലേലൂയ. യേശു പിന്നത്തേക്ക് മാറ്റി വെച്ചില്ല. യേശു പ്രാർത്ഥിച്ച് വിട്ടിട്ട് പിന്നെ അതെപ്പോഴോ ഒരു 4-5 വർഷം കഴിഞ്ഞല്ല സൗഖ്യമായത്. ആകെപ്പാടെ യേശുവിന്റെ ശുശ്രൂഷ 3.5 വർഷക്കാലമായിരുന്നു ഭൂമിയിൽ. തിരുവചനം പറയുന്ന യേശുവിന്റെ അത് അന്നേരം സൗഖ്യമായത് കൊണ്ട് 24-ാം വാക്യത്തിൽ പറയുന്ന അവനെ കുറിച്ചുള്ള ശ്രുതി ദേശത്തെങ്ങും പടർന്നെന്ന്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു അല്ല സൗഖ്യമായത്, അന്നേരം സൗഖ്യമായി. യേശുവിന്റെ സന്നിധിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം കൊണ്ട് ചെല്ലുവാണെങ്കിൽ അന്നേരം അതിന് മറുപടി കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ. സ്വർഗത്തിൽ അത് ഓൾറെഡി റെഡിയായി.
സ്തോത്രം. നമ്മുടെ മുമ്പിൽ അത് എത്രയും വേഗത്തിൽ വെളിപ്പെടാൻ കർത്താവിനോട് പറയണം, കർത്താവെ ഇപ്പോൾ ഈ സമയം തന്നെ അല്ലെ ഇവരുടെയൊക്കെ കണ്ണു മുമ്പിൽ ആ സൗഖ്യം വെളിപ്പെട്ടത് 5 മാസം കഴിഞ്ഞല്ല അവരുടെ മുമ്പിൽ അന്നേരം തന്നെ വെളിപ്പെട്ടത് കൊണ്ടാണ് യേശുവിനെ കുറിച്ചുള്ള ശ്രുതി ദേശത്തെങ്ങും പരന്നത്. ഹല്ലേലൂയ. യേശു പിന്നത്തേക്കല്ല വെക്കുന്നത്, യേശു അന്നേരമാ മറുപടി തരുന്നേ. ഇന്നത് വിശ്വസിക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അന്നേരം തന്നെ ഉത്തരമുണ്ട്. എൻ്റെ രോഗസൗഖ്യം അന്നേരം തന്നെ ഉണ്ട്. എൻ്റെ കുടുംബജീവിതം അന്നേരമുണ്ട്, അതിൻ്റെ മേൽ സൗഖ്യം. ഹല്ലിയ. ഞാൻ പ്രാർത്ഥിച്ച് കുറെ നാൾ കഴിഞ്ഞല്ല, വിശ്വസിക്കണം. യേശു അന്നേരം പ്രവർത്തിക്കുന്ന ദൈവമാ. അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല, ഒരു ഭാരമേറിയതുമില്ല. ഹല്ലേലൂയ. എന്തും എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്യും. യേശു കൈകാര്യം ചെയ്യുമ്പം അത് ശ്രദ്ധിക്കണം. നമ്മൾ എവിടെ പഠിച്ചു നോക്കിയാലും മത്തായി സുവിശേഷം 4 കണ്ടു, മർക്കോസിന്റെ സുവിശേഷം 1:31. ഹല്ലേലൂയ. സ്തോത്രം. മർക്കോസ് സുവിശേഷം 1:39. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 39. വചനം ഇങ്ങനെ പറയുന്നു, സോ ഹി ട്രാവൽഡ് ത്രൂഔട്ട് ദ റീജിയൻ ഓഫ് ഗാലിലി, preaching in the synagogues and casting out demons. സിനഗോഗ് സുവിശേഷം പറയുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലായിടത്തും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, നമ്മൾ വചനം പഠിച്ചു നോക്കുമ്പോൾ യേശു കർത്താവ് വചനം കൂടാതെ സൗഖ്യമില്ല. യേശു ദൈവരാജ്യത്തിന്റെ വചനം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞിട്ടാ യേശു സൗഖ്യമാക്കുന്നേ. ഇന്ന് ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും അടുത്ത് ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, അവർക്കൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ അവരോട് 10 വചനം പറഞ്ഞു കൊടുത്തിട്ട് വേണം അവരോട് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അവരെ പ്രാർത്ഥിക്കാൻ ചെയ്ത് എന്നാലേ ഉള്ളു തുറക്കത്തുള്ളൂ. വചനം വീഴുന്നിടത്ത് ഉള്ളു തുറക്കത്തുള്ളൂ. വചനം പറയുന്നിടത്ത് മാത്രമേ അവർക്ക് ദൈവം ആരെന്നറിയത്തുള്ളൂ. ചിലപ്പം 10 തവണ എത്രയോ നാളുകളായിട്ട് വചനം കേട്ട് തഴക്കമുള്ളവരായിരിക്കും. സാരമില്ല, നിലമൊരുക്കുന്നത് വചനം പറഞ്ഞ നിലം. ഹല്ലേലൂയ. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം യേശു എവിടെ പോയെടുത്തും നമ്മൾ കാണുന്നു യേശു കർത്താവിന്റെ വചനം പറഞ്ഞ് എന്നിട്ടാ സൗഖ്യം കൊടുക്കുന്നേ. ഹല്ലേലൂയ. നിലം ഒരുക്കുക. വചനം എന്ത് ചെയ്യുന്നു? വചനം ആ നിലത്തിനെ ഒരുക്കുന്നു. വചനം ആ സൗഖ്യത്തിന് വേണ്ട കാര്യങ്ങള് ഒരുക്കി വെക്കുന്നു. ഹല്ലേലൂയ. എന്ന് എവിടെങ്കിലും ചെന്ന് ആരെങ്കിലോടും ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും കർത്താവ് പ്രേരിപ്പിക്കുവാണെങ്കിൽ യേശു കർത്താവിന്റെ ഒരു വചനമെങ്കിലും അവരോട് പറയണം. ഹല്ലേലൂയ. ജീവനുള്ള വചനമാ. നമ്മൾ വചനം പറയുമ്പോൾ ഒരു വാക്യമായിരിക്കും അറിയാവുന്നത്, അത് മതി. ഹല്ലേലൂയ. ചിലപ്പോൾ ഒറ്റ വാക്യമായിരിക്കും അറിയുന്നത്. അവനെ കൈക്കൊള്ളുന്നവരൊക്കെ ദൈവമക്കളാകും. ഇത് മാത്രമേ അറിയത്തുള്ളായിരിക്കും, മതി. അത് പറഞ്ഞിട്ട് ഹല്ലേലൂയ വചനത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അവിടെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അത്ഭുതം നടക്കുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ജീവനും ചൈതന്യവുമുള്ള വചനം നമ്മൾ അവിടെ ഒരു വാക്ക്, നമുക്ക് അറിയുന്ന ഒരു വാക്ക് പറയുമ്പോൾ എല്ലിനകത്തേക്കും മാംസത്തിനകത്തേക്കും ചിന്തകൾക്കകത്തേക്കും രോഗത്തിനകത്തേക്കും ക്ഷീണത്തിനകത്തേക്കും ഈ വചനത്തിന് കയറി ചെന്നിട്ട് ക്രിയ ചെയ്ത് അവിടെ അവസ്ഥകൾക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവം. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 36 വായിച്ച്. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി. അല്ല, തെറ്റിപ്പോയി. മത്തായി സുവിശേഷം 9:36. എന്റെ റെഫറൻസ് തെറ്റിപ്പോയി. മത്തായി സുവിശേഷം 9:36. When he saw the crowds, he had compassion on them because they were confused and helpless like sheep without a shepherd. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരും ചിതറിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു തന്റെ ശിഷ്യന്മാരോട്. ആമേൻ. അപ്പൊ അതിന്റെ മുമ്പ് 35 വായിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, യേശു പല പട്ടണം നീളെ നടന്നു, അവരുടെ സിനഗോഗുകളിൽ സത്യസുവിശേഷം പറഞ്ഞു, ദൈവരാജ്യത്തിനെ കുറിച്ച് പറഞ്ഞു, എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കി. എന്നിട്ട് 36 എന്ന് പറഞ്ഞ മനസ്സലിവ്. ഹല്ലേലൂയ.
ഈ മനസ്സലിവ് കർത്താവിൻ്റെ ഉള്ളത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിനകത്തും പ്രാർത്ഥിച്ചാൽ വിടുതല്, പ്രാർത്ഥിച്ചാൽ മറുപടി. ഹല്ലേലൂയ. യേശു കർത്താവിനെ നോക്കിക്കേ. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു, യേശു അവരുടെ പട്ടണം നീളെ ചെന്നപ്പം യേശുവിന് അവരോട് മനസ്സലിവുണ്ടായി. യേശുവിനെ അവിടെ ഹല്ലേലൂയ അവരെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ് അവരോട് ഹല്ലേലൂയ മനസ്സലിവ്. ഇന്ന് കർത്താവിന് നമ്മളുടെ ഓരോരുത്തരുടെയും വിഷയത്തിനകത്ത് ചെന്ന് അനുഭവിക്കട്ടെ എന്ന് യേശു ഒരിക്കലും പറയത്തില്ല. ഹല്ലേലൂയ, ഞാൻ അല്ലേലും ഇവനോടൊക്കെ പറഞ്ഞതല്ലേ, ഇവൻ കേൾക്കാഞ്ഞല്ലേ എന്ന് കർത്താവ് പറയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എത്ര തവണ ആരാധിക്കാൻ പോവാൻ വിളിച്ചു, വിളിച്ചില്ല, വന്നില്ല, അതുകൊണ്ടായി ഇപ്പൊ അനുഭവിക്കുന്നത് പറയത്തില്ല. അത് മനുഷ്യരെ പറയത്തുള്ളൂ. യേശു അങ്ങനെ പറയത്തില്ല. യേശുവിന് മനസ്സലിവ. ഹല്ലേലൂയ. എത്ര പഴകിയ വിഷയമാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ എൻ്റെ കർത്താവിന് അത് നേരെയാക്കാൻ സാധിക്കും. ഇന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. പിന്നത്തേക്കല്ല. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരും. എൻ്റെ ദൈവത്തിന് നമ്മളുടെ ഓരോ വിഷയത്തിനകത്തും ഇറങ്ങി വരാൻ താല്പര്യത്തോടെയായിരിക്കുന്നേ. പക്ഷെ നമ്മള് കർത്താവിനെ ക്ഷണിക്കാൻ തയ്യാറാണോ? കർത്താവിന് നമ്മളുടെ ആ ജീവിതത്തിന്റെ മേഖല വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? നമ്മുടെ ആ ശരീരഭാഗത്തിനെ കർത്താവിന് ഇട്ടുകൊടുക്കാൻ തയ്യാറാണോ? കുടുംബ ജീവിതത്തിനകത്ത് യേശുവിനെ ക്ഷണിക്കാൻ തയ്യാറാണോ? കർത്താവെ, ഇന്ന് ഇത് അങ്ങയുടെ വിഷയമാ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഈ ജനം മൊത്തം, പുരുഷാരം മൊത്തം യേശുവിന്റെ അടുക്കലേക്ക് വരുമായിരുന്നു. ചിലവർ പറയും അല്ലേ, യേശു താഴെ ഇറങ്ങി വന്ന് എൻ്റെ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടാൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാ. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, യേശുവേ അങ്ങ് സ്വർഗം വിട്ട് താണിറങ്ങി എൻ്റെ ഈ വിഷയത്തിനകത്ത് വരണം. യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു ഇപ്പം പിതാവിന്റെ വലത്തുഭാഗത്തും നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലത്രേ നമ്മുടെ ജീവിതത്തിനകത്ത് സകലതും നടക്കുന്നേ. നമ്മളെ വിട്ടുപിരിയാതെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യമാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അകത്തുണ്ട് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ചിലപ്പോൾ ഇന്നലെ വിശ്വാസത്തിൽ വന്ന വ്യക്തിയായിരിക്കും, നിങ്ങളുടെ അകത്തും പരിശുദ്ധാത്മാവ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 5 മാസമായ വിശ്വാസിയും 50 വർഷമായ വിശ്വാസിയും തമ്മില് എൻ്റെ ദൈവം ഒരു വ്യത്യാസവും കാണുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് ഇടപെടാൻ എൻ്റെ ദൈവത്തിന് തയ്യാറാണ്. എത്രത്തോളം നമ്മൾ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുകൊടുത്ത് നിൽക്കാൻ സാധിക്കുമോ അത്രത്തോളം ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിനകത്ത് വചനം പറയുന്നു, Then Jesus returned to Galilee filled with the Holy Spirit's power. Reports about him spread quickly through the whole region, and he taught regularly in their synagogues and was praised by everyone. 14-15 വാക്യങ്ങള്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി. എങ്ങനെയാ ഗലീലിയേക്ക് മടങ്ങി ചെന്നത്? ആത്മാവിന്റെ ശക്തിയോട്. ദൈവത്തിന്റെ ആത്മാവിന് എല്ലാ അത്ഭുതങ്ങളും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ യേശുവിനെ കുറിച്ച് എവിടെ നോക്കുന്നിടത്തും യേശു കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്രേ സകലതും ചെയ്തത്. യേശു കർത്താവ് അവരുടെ സിനഗോഗുകളെല്ലാം പഠിപ്പിച്ചു, എന്നിട്ട് രോഗങ്ങള് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ നിറവിലിരുന്നാ പോരാ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് വരണം. യേശു കർത്താവ് മരുഭൂമിയിൽ പോയത് ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മരുഭൂമിയിലേക്ക് പോയി. പക്ഷേ ഹല്ലേലൂയ അവിടെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രത്തെ ഒക്കെ ജയിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഗലീലിയേക്ക് മടങ്ങി വരുന്ന യേശു കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയാ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അവിടെ ഒന്ന് നോക്കിയാൽ മതി ഭൂതം അലറിപ്പോകും. അവിടെ ഒന്ന് തൊട്ടാൽ മതി കുഷ്ഠം സാകും. അവിടെ ഒന്ന് പറഞ്ഞാൽ മതി ഹല്ലേലൂയ ബാധകൾ ഒഴിഞ്ഞു മാറും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഇന്ന് എന്നെ കേൾക്കുന്നവരുടെ ജീവിതങ്ങൾക്കകത്തൊക്കെ ചില വിഷയങ്ങളുടെ മേലൊന്നും ജയം എടുക്കാൻ പറ്റിയിട്ടില്ലേ? കർത്താവുമായിട്ടിരുന്ന്
പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ വിഷയത്തിന്റെ മേൽ ജയമെടുക്കുക. ഓരോ ദിവസവും നമ്മൾ കർത്താവിന്റെ വചനം പഠിക്കും തോറും, വചനം ധ്യാനിക്കും തോറും, യേശുവുമായിട്ട് സമയം ചെലവഴിക്കും തോറും നമ്മൾ അറിയുന്നില്ല. അല്ലെ, നമ്മൾ ഓരോ ആരാധനയ്ക്ക് പങ്കെടുക്കും തോറും, ആരാധിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ അറിയുന്നില്ല, കൃപാവരങ്ങളാൽ നമ്മൾ നിറയും, നമ്മൾ ശക്തിയിലായിത്തീരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വർദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ, താനെ നമ്മൾ വസിക്കുന്ന ഭവനത്തിനകത്തുനിന്ന് ചങ്ങലകള് പൊട്ടിമാറും. ഹല്ലേലൂയ. യേശു കർത്താവ് പോയ വഴിയിലെല്ലാം ഭൂതങ്ങൾ ഒഴിഞ്ഞു മാറി, രോഗങ്ങൾ സൗഖ്യമായി അത് നടന്നു. ഇന്ന് അതേ കൃപ നമ്മുടെ മേൽ ഇരിക്കുന്നുണ്ട്. യേശു കർത്താവിനെ മരിച്ചെടുത്തുനിന്ന് ഉയർപ്പിച്ച് എഴുന്നേറ്റ് അതേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ നിറവ് മാത്രമല്ല, ആത്മാവിന്റെ ശക്തി നമ്മൾ ഓരോരുത്തരും പ്രാപിക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാ നമ്മൾ ഓരോരുത്തരും പ്രാപിക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ മേൽ വ്യാപരിച്ച് നിൽക്കുമ്പോഴാ നമ്മൾ തൊടുമ്പോൾ രോഗി സൗഖ്യമാകുന്നത്, പറയുമ്പോൾ ഭൂതങ്ങൾ അലറിയോടുന്നത്. ഹല്ലേലൂയ. എങ്ങനെയത് സംഭവിക്കുന്നത്? വചനത്തിലൂടെ. യേശു കർത്താവിനെ നോക്കി പഠിക്ക്. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷങ്ങളിൽ പഠിക്കുമ്പോൾ യേശു കർത്താവ് പോയിടത്തൊക്കെ യേശു കർത്താവ് വരുന്ന ദൈവരാജ്യത്തിനെ കുറിച്ച് പ്രസ്താവിച്ചു. എന്നിട്ട് രോഗികളെ സൗഖ്യമാക്കി. വചനം പറഞ്ഞു, രോഗിയെ സൗഖ്യമാക്കി. വചനം പറഞ്ഞു, രോഗിയെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്തും വചനം വായിക്കണം, വചനം വചനം ധ്യാനിക്കണം, രോഗം സൗഖ്യമാകും. വചനം ധ്യാനിക്കണം, വചനം പ്രാർത്ഥിക്കണം, കുടുംബജീവിതം സൗഖ്യമാകും. ഹല്ലേലൂയ. ഇന്ന് പറയുന്നുണ്ടോ, അയ്യോ ഞാൻ എവിടെ പോയാ വചനം പറയേണ്ടത്? ഉറക്കെ വായിക്ക് വചനം. ഹല്ലേലൂയ. ഉറക്കെ വീട്ടിനകത്ത് വായിച്ചുകൊണ്ടിരിക്കുക. ഉറക്കെ ഒന്നും ആരും കേൾക്കാൻ വീട്ടിൽ ആരുമില്ലയോ? അല്ലെ, നിങ്ങൾ ഒറ്റയ്ക്കാണോ വീട്ടില്? കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ ആ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളൊരു വ്യക്തിയില്ലേ, കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ നിങ്ങളെ തിരിച്ചു നോക്കുന്ന നിങ്ങളെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുന്നിടത്ത് ഒച്ചത്തിൽ ആ വചനം പറ, അറിയുന്ന വചനം പറ. അല്ലെ, ചില വചനമൊക്കെ കാണാതെ പഠിക്ക്. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്ക്, ബൈബിള് തുറക്ക്. ഹല്ലേലൂയ. വചനം പറ. യേശു വചനം പറഞ്ഞു, രോഗിയെ സൗഖ്യമാക്കി. യേശു വചനം പറഞ്ഞു, ഭൂതങ്ങളെ ഓടിച്ചു. യേശു വചനം പറഞ്ഞു, അത്ഭുതങ്ങൾ നടന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് റെഡിയായി നിൽക്കുക. പക്ഷെ നമ്മൾ റെഡിയാണോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവെ ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. ദിനം തോറും ബൈബിൾ എടുത്തിട്ട് ഓരോ പാരഗ്രാഫ് ഉറക്കെ വായിക്കണം. വെറുതെ ഞാൻ 3 അധ്യായം ഇന്ന് വായിച്ചു കേട്ടോ, ഞാൻ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം മൊത്തം ഞാൻ ഒറ്റ ഇരിപ്പിൽ വായിച്ചു കേട്ടോ, ആരും അവാർഡ് തരത്തില്ല, ക്രെഡിറ്റ് തരത്തില്ല. ആ വചനത്തിന്റെ ഏതെങ്കിലും ഭാഗം ആത്മാവിനകത്ത് കയറി ചെന്നോ? ഏതെങ്കിലും ഒരു ഭാഗം എല്ലിനകത്തേക്ക് കയറി വന്നോ? ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിനകത്തുനിന്ന് പറിച്ചാൽ പോലും മാറാത്ത വണ്ണം ഒട്ടിയിരിപ്പുണ്ടോ? ഹല്ലേലൂയ. ആ വചനത്തിനെ ധ്യാനിക്കണം. ഒറ്റ വചനം എടുത്താൽ മതി, അതിനെ ധ്യാനിക്കണം. ഇന്ന് എന്നെ കേൾക്കുന്നവർക്ക് ഒരു വചനം കിട്ടി അല്ലേ? എന്താ വചനം പറഞ്ഞത്? ഹല്ലേലൂയ. യേശു കർത്താവ് ആ മർക്കോസിന്റെ സുവിശേഷം 1:39. എന്തെളുപ്പ, ഒറ്റയൊരു വാക്യം മതി. ഈ വാക്യം അങ്ങ് ധ്യാനിക്കണം. കേട്ടത് ധ്യാനിക്കണം. യേശു കർത്താവ് എവിടെ പോയെടുത്തും വചനം പറഞ്ഞു, രോഗിയെ സൗഖ്യമാക്കി. യേശു കർത്താവ് പോയ വഴിയിലെല്ലാം വചനം പറഞ്ഞു, രോഗിയെ സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വായും കൊണ്ട് വചനം പറയും, എൻ്റെ വീട്ടിലെ രോഗം സൗഖ്യമാക്കും. ഞാൻ എൻ്റെ വായും കൊണ്ട് വചനം പറയും, എൻ്റെ വീട്ടിലെ പ്രശ്നത്തിനെ നേരെയാക്കും. ഓ ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഇടപെടാൻ റെഡിയാ. നമ്മുടെ ഒരു വിഷയം പോലും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് പറയല്ലേ, അയ്യോ അത് നിസ്സാരമാ, കർത്താവ് എങ്ങനെ ഇടപെടാനാ, പറയല്ലേ. ഹല്ലേലൂയ. ദൈവത്തിന് തിടുക്കമാ നമ്മുടെ ലൈഫിൽ ഇടപെടാൻ വേണ്ടി. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിനകത്ത് യേശു ഇടപെടാൻ റെഡിയായി നിൽക്കുക, തയ്യാറായി നിൽക്കുക. ഹല്ലേലൂയ. ഞാൻ ആ നന്മയ്ക്കകത്തേക്ക് കയറും. നാളെയും മറ്റന്നാളും ഞാൻ വയസ്സായിട്ടല്ല എനിക്ക് ആ നന്മ ലഭിക്കേണ്ടത്, എനിക്കിപ്പോൾ ഈ നിമിഷം ലഭിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വായും കൊണ്ട് വചനം പറയും. ഞാൻ എൻ്റെ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഇന്നും വീണ്ടും ഇടപെടുന്നു. ചില തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ തലയ്ക്ക് ഡിപ്രഷൻ പോലെ വരുന്ന അവസ്ഥകൾ, ഭയങ്കര ഡിപ്രഷൻ മെന്റാലിറ്റി, കർത്താവ് അങ്ങനത്തെ മനസ്സ്
മനസ്സുകൾക്കകത്ത് കയറി ഇടപെടുന്നു. ഹല്ലിയ. വേഗത്തിൽ സുബോധം നഷ്ടപ്പെടുന്ന വണ്ണം ഉള്ള എന്ന് വെച്ചാൽ ഒരു സമയം ഒരു സ്വഭാവം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വല്ലാത്ത വിധത്തിലുള്ള സ്വഭാവം, അങ്ങനത്തെ അവസ്ഥയിൽ കർത്താവ് അങ്ങനത്തെ വ്യക്തികളുടെ മേൽ ഇടപെടുന്നു. ഹല്ലുയ്യ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലിയ. യേശു വചനം പറഞ്ഞു സൗഖ്യമാക്കി. ഞൊടി നേരം കൊണ്ട് സൗഖ്യം ലഭിച്ചു. കർത്താവ് സഹായിക്കട്ടെ. ജീവിതങ്ങൾക്കകത്ത് പല മേഖലകളും സൗഖ്യമാകട്ടെ കർത്താവെ. ഹല്ലി. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് വലിയ വിടുതല് യേശു അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണാനിടയാവട്ടെ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ.